ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റാഷണൽ നമ്പേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 8ാം ക്ലാസ്സിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് റാഷണൽ നമ്പേഴ്സിനെ കുറിച്ചാണ്. അതായത് പുതിയൊരു നമ്പർ സിസ്റ്റം നമ്മൾ പഠിക്കുകയാണ്, റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്, വോൾ നമ്പേഴ്സ് എന്താണ്, ഇൻറ്റിജേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടിങ് നമ്പർ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ആദ്യം പഠിക്കുന്നത് 1 2 3 4 ആണല്ലോ നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പം 1 2 3 4 5 6 എക്സെട്ര അങ്ങനെ പോകുന്നത്. ഈ എക്സെട്ര ഇട്ടേക്കുന്ന ഇനിയും ഉണ്ട്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ നമ്പേഴ്സ്. നമുക്ക് എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയും. ഇനി ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു സീറോയും കൂടെ ചേരുവാണെങ്കിൽ നമ്മളതിനെ വോൾ നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് 0 1 2 3 4 എക്സെട്ര ആണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ, അതായത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ, അതിൻ്റെ നെഗറ്റീവ്സും കൂടെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ അത് ഇൻറ്റിജേഴ്സ് ആകും. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ എക്സെട്ര ഇട്ടിട്ട്, അതായത് ഇവിടെ ഇങ്ങോട്ടുണ്ട് ഒരുപാടുണ്ട്, ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട്, പിന്നെ -3 -2 -1 0 1 2 3 4 എക്സെട്ര. ഇവിടെ കുറച്ച് ഇൻറ്റിജേഴ്സ് ആണ് എഴുതിയേക്കുന്നത്. നമ്മൾ എക്സെട്ര ഇട്ടേക്കുന്നത് ഇത് ഇങ്ങോട്ടും ഉണ്ട്, ഇതിങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നാച്ചുറൽ നമ്പർ ഉണ്ട്, സീറോയുണ്ട്, ഇനി നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എല്ലാ നെഗറ്റീവും ഉണ്ട്. അതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പുതിയൊരു നമ്പർ പഠിക്കാൻ പോവുകയാണ്, അതാണ് റാഷണൽ നമ്പർ. അപ്പോൾ നമുക്കറിയാം ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫ്രാക്ഷണൽ ഫോമാണ് നമ്മുടെ ഈ റാഷണൽ നമ്പറിന്. നോക്കിയേ, എ നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം p/q where p and q are integers and q not equal to 0 is called a rational number. അപ്പോൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ p/q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് റാഷണൽ നമ്പർ. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആയിരിക്കണം, ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് നമ്മുടെ താഴെ ഡിനോമിനേറ്ററിൽ 0 വരാനായിട്ട് പാടില്ല. നമ്മൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ 1/2 1/3 7/9 ഇതൊക്കെ റാഷണൽ നമ്പേഴ്സാണ്. അപ്പം റാഷണൽ നമ്പേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്, എന്തായാലും ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. നമ്മുടെ ഒരു ഫ്രാക്ഷൻ ഫോമാണത്. ഇപ്പോൾ ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. ഈ മുകളിൽ എഴുതിയേക്കുന്നതാണ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത്, താഴെ എഴുതിയേക്കുന്നതാണ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല, കാരണം നമുക്ക് ഒരു നമ്പറിനെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 1/2 അങ്ങനെയും പറയാം, 1/3. ഇനി അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ -1/2 അല്ലെങ്കിൽ -1/3 അല്ലെങ്കിൽ -7/9 ഇതൊക്കെ എന്ത് തന്നെയാണ്, റാഷണൽ നമ്പർ തന്നെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിയും ക്യൂ എന്താണ്, ഇൻറ്റിജേഴ്സാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ന്യൂമറേറ്ററും ഇൻറ്റിജറാണ്, ഡിനോമിനേറ്ററും ഇൻറ്റിജറാണ്. ഇനി നമുക്ക് ഈ തന്നേക്കുന്ന ഓരോ നമ്പേഴ്സ് ഉണ്ട്, നമ്മൾ കണ്ടേക്കുന്ന ഇൻറ്റിജേഴ്സ്. ഇപ്പോൾ 2 എന്നുള്ള നമ്പറിനെ നമുക്ക് ഈ രീതിയിൽ തന്നെ എഴുതാൻ പറ്റും. ഇപ്പോൾ 2 ആണെങ്കിൽ നമുക്ക് 2/1 എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് 4/2 എന്ന് എഴുതാം. 4/2 എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ഓൾസോ 2. അപ്പം ഏതൊരു ഇൻറ്റിജർ എടുത്താലും അതിനെ നമുക്ക് ഈ p/q ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റാഷണൽ നമ്പറിനകത്ത് നാച്ചുറൽ നമ്പർ ഉണ്ട്, വോൾ നമ്പർ ഉണ്ട്, ഇൻറ്റിജേഴ്സ് ഉണ്ട്, ദെൻ ഫ്രാക്ഷണൽ ഫോമിലുള്ള നമ്പേഴ്സും ഉണ്ട്. അതാണ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഈ രീതിയിൽ എഴുതുന്നതാണ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിലുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സാണ്. നമ്മുടെ റാഷണൽ നമ്പേഴ്സിൻ്റെ കുറേ പ്രോപ്പർട്ടീസാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 6 പ്രോപ്പർട്ടീസ് മെയിനായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ക്ലോഷർ പ്രോപ്പർട്ടി, രണ്ടാമത്തത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, തേർഡ് വൺ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്, ഫോർത്ത് വൺ നമ്മൾ ആഡിറ്റീവ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും അഡീഷൻ്റെ കേസിലുള്ള ഐഡൻറ്റിറ്റീസ് ആണ് അവിടെ. ദെൻ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്ന ആഡിറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. സിക്സ്ത് വൺ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ. അഡീഷനും ഉണ്ട്, സബ്ട്രാക്ഷനും ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ്, അതായത് ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനൊരു ടേബിളുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് ടേബിൾ, ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ ഓപ്പറേഷൻസ് ആണ്. അഡീഷനിൽ ഇതെങ്ങനെയാണ്, സബ്ട്രാക്ഷനിൽ എങ്ങനെയാണ്, മൾട്ടിപ്ലിക്കേഷനിൽ എങ്ങനെയാണ്, ഡിവിഷനിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് ക്ലോഷർ പ്രോപ്പർട്ടി. ആദ്യമേ നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നാച്ചുറൽ നമ്പറിൻ്റെ കേസ് എടുക്കാം. നമ്മൾ ക്ലോസ്ഡ് ഉണ്ട്, നമ്മൾ ഓരോന്നും നോക്കുന്നുണ്ട്. അപ്പം ഒരു പെട്ടി ഒന്ന് മനസ്സിലോർക്കുക, ഒരു പെട്ടി അല്ലെങ്കിൽ അടച്ചിട്ട ഒരു റൂം, അതിനകത്ത് മുഴുവൻ നാച്ചുറൽ നമ്പേഴ്സാണ്, ഫുൾ നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇതിലെ നമ്മൾ 2 നാച്ചുറൽ നമ്പർ എടുക്കുക, ആ റൂമിനകത്തുള്ള 2 എണ്ണം എടുക്കുക. നമ്മൾ 2ഉം 3യും എടുത്തു. ഇനി ഇത് നമ്മൾ ഓരോ ഓപ്പറേഷൻസ്, ഇവിടെ ഓപ്പറേഷൻസ് ഉദ്ദേശിക്കുന്ന ഇതാണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇപ്പോൾ അഡീഷൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ 2 + 3 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, 5 വരും അല്ലേ. ഓക്കെ,
അപ്പോൾ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 5 കിട്ടി. ഈ 5 നാച്ചുറൽ നമ്പർ ആണോ? യെസ്, ഇറ്റ് ഈസ് നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയതും ഒരു നാച്ചുറൽ നമ്പറാണ്. അതിൻ്റെ അർത്ഥം ഇതും ഈ പെട്ടിക്കകത്തുണ്ട് അല്ലെങ്കിൽ ഈ റൂമിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഇതുപോലെ നമ്മൾ ഏത് 2 നാച്ചുറൽ നമ്പർ എടുത്ത് ആഡ് ചെയ്താലും നമുക്കൊരു നാച്ചുറൽ നമ്പറേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഇനി നമ്മൾ ഇപ്പോൾ സപ്പോസ് ഒരു 2 നമ്പേഴ്സ് 2 നാച്ചുറൽ നമ്പർ എടുത്ത് നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുക, കുറയ്ക്കുക. ഇപ്പോൾ സെയിം നമ്പേഴ്സ് തന്നെ നോക്കുക. 2 - 3 നമ്മൾ ചെയ്യുമ്പം ഇൻറ്റിജേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ 2 - 3, അപ്പോൾ ഇവിടെ 2ൽ നിന്നും 3 കുറയ്ക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ്. അല്ലെങ്കിൽ ഓർക്കുക, ഇവിടെ 2 പോസിറ്റീവാണ്, 3 നെഗറ്റീവാണ്. അപ്പോൾ ഒരു പോസിറ്റീവും നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്തിട്ട് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് 1 ആൻസർ കിട്ടും. പക്ഷെ ഇവിടുത്തെ വലിയ നമ്പർ 3 ആണ്. 3യുടെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് -1 എന്ന് കിട്ടും. പക്ഷേ -1 എന്നുള്ളത് നാച്ചുറൽ നമ്പർ ആണോ? അല്ല. അപ്പോൾ ഈ പെട്ടിക്കകത്ത് അല്ലെങ്കിൽ ഈ റൂമിനകത്ത് ഇത് വരില്ല. അതിൻ്റെ അർത്ഥം ഇതിനകത്ത്, അതായത് ഈ സബ്ട്രാക്ഷൻ എന്നുള്ള ഓപ്പറേഷനിൽ ഇത് ക്ലോസ്ഡ് അല്ല. അതാണ് ഇവിടെ നോ എന്ന് എഴുതിയേക്കുന്നത്. നാച്ചുറൽ നമ്പറിൻ്റെ നേരെ നോ എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതേ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ വോൾ നമ്പേഴ്സിൻ്റെ കേസും എടുക്കേണ്ടത്. അപ്പോൾ അതിലൊരു 0യും കൂടെ വരുമെന്നേ ഉള്ളൂ. 0യും കൂടെ വരുമ്പോഴും ഇതുപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ ഇൻറ്റിജേഴ്സിലും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് റാഷണൽ നമ്പേഴ്സിൻ്റെ കേസാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ടേബിൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പർ നോക്കിയാൽ നമുക്കൊക്കെ ഫസ്റ്റ് വൺ നമുക്ക് എസ് എന്ന് കിട്ടിയിട്ടുണ്ട്. അഡീഷനിൽ ഇത് ക്ലോസ്ഡ് ആണ്, കാരണം ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നതും ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണ്. പക്ഷേ സബ്ട്രാക്റ്റ് ചെയ്തപ്പോൾ അല്ല, സോ നോ എന്ന് കിട്ടും. ദെൻ മൾട്ടിപ്ലിക്കേഷൻ, 2 നാച്ചുറൽ നമ്പർ എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ, നമ്മളിപ്പോൾ 2 × 3 ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഏത് 2 നാച്ചുറൽ നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്കൊരു നാച്ചുറൽ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. സോ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും ഇറ്റ് ഈസ് യെസ്, ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ദെൻ ഡിവിഷൻ്റെ കേസ് നോക്കുവാണെങ്കിൽ 2/3, നമുക്കറിയാം 2/3 ചെയ്യുമ്പോൾ നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ ആണോ കിട്ടുന്നത്? അല്ല. 2/3 എന്ന് പറയുമ്പോൾ ഒരു നാച്ചുറൽ നമ്പർ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഡിവിഷൻ്റെ കേസിൽ ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് ആണ്, നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. നമ്മൾ 2 വോൾ നമ്പേഴ്സ് എടുത്ത് നോക്കുക. ഇപ്പോൾ സപ്പോസ് 0 and 1 തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ 0 and 7 എടുക്കുവാണെങ്കിൽ, 0യും 7നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്? 7. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം ശരിയാണെങ്കിൽ നമ്മളത് തെളിയിച്ചിപ്പം ഏത് നമ്പർ എടുത്താലും ഓക്കെ. അപ്പോൾ നമ്മളൊരു കാര്യം തെറ്റാണെന്ന് കാണിക്കാൻ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ അതിനകത്ത് കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പർ പോലെ തന്നെ വോൾ നമ്പേഴ്സിലും ഇവിടെ എന്താണ് വരുന്നത്? അഡീഷൻ്റെ കേസിൽ നമുക്കൊരു വോൾ നമ്പർ തന്നെയാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഇനി സബ്ട്രാക്ഷൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇപ്പം ചെയ്ത പോലെ തന്നെ ഇപ്പോൾ 2 - നമ്മൾ 5 എടുത്തു കഴിഞ്ഞാൽ 2 - 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -3 ആണ് കിട്ടുന്നത്. 2 - 5 -3 ആണ്. -3 എന്ന് പറയുന്നത് ഒരു വോൾ നമ്പർ അല്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ഇനി ഡിവിഷൻ്റെ കേസിൽ എടുക്കുവാണെങ്കിലും അതെ, നമുക്ക് 0 കൊണ്ട് ഒരു നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 1/0, 7/0 അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് നമുക്കൊരു കാര്യം പറയാം. അതുപോലെ തന്നെ 7/2 ഒക്കെ എടുത്താലും നമുക്കൊരു ഡെസിമൽ നമ്പറാണ് അവിടെ കിട്ടുന്നത്. 7/2 എടുക്കുമ്പോൾ നമുക്കവിടെ 3.5 ആണ്. അത് ഒരിക്കലും വോൾ നമ്പർ അല്ല. 3.5 എന്നുള്ളത് വോൾ നമ്പർ അല്ല. അപ്പം നമ്മൾ ആ ഓപ്പറേഷൻ ഇതിനകത്ത് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവും ഇതിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ അല്ലെങ്കിൽ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. അപ്പോൾ ഈ കേസിലും ഇവിടെ എന്താണ് വരുന്നത്? നോയാണ് വരുന്നത്. ഓക്കെ, അടുത്ത ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ നോക്കുക. നമ്മൾ അഡീഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ 0 മാത്രമല്ല, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്. -1 ഉണ്ട്, -2 ഉണ്ട്, -3 ഉണ്ട്. അങ്ങനെ എല്ലാ നമ്പേഴ്സും ഇതിനകത്തുണ്ട്. നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും 0യും കൂടെ ചേർന്ന് വരുന്നതാണ് ഇൻറ്റിജേഴ്സ് എന്ന് വരുന്നത്. അപ്പോൾ ഈ റൂമിൽ എല്ലാം കൂടെ ഉള്ളതാണ്. അപ്പോൾ അഡീഷൻ്റെ കേസ് നോക്കുക. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും 2 നമ്പേഴ്സ്, ഇപ്പം നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് എടുത്ത് നോക്കാം. -2 + -5. -2 + -5 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? -7 കിട്ടും. -2 + -5 -7. അതായത് രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് ആ സൈൻ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 + 5 7 ആണ്. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് -7. അപ്പം നമ്മളെടുത്ത -2 ഇൻറ്റിജറാണ്, -5 ഇൻറ്റിജറാണ്. ആഡ് ചെയ്തപ്പം നമുക്ക് കിട്ടിയ ഉത്തരം -7, അതും ഒരു ഇൻറ്റിജർ തന്നെയാണ്. അപ്പം നമുക്ക് 2 നമ്പർ എടുത്ത് 2 ഇൻറ്റിജേഴ്സ് എടുത്തു, അത് ആഡ് ചെയ്തപ്പോഴും നമുക്ക് ഈ പെട്ടിക്കകത്തുള്ളത് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അതായത് ഈ റൂമിനകത്ത് തന്നെ ഉള്ളതാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. അഡീഷൻ്റെ കേസിൽ ഇൻറ്റിജേഴ്സ് ക്ലോസ്ഡ് ആണ്.
ദെൻ നമ്മൾ സബ്ട്രാക്ഷൻ എടുക്കുക. നേരത്തെ നമ്മൾ എടുത്തപ്പോൾ നോ ആയിരുന്നു വോൾ നമ്പേഴ്സിൻ്റെ കേസിലും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിലും. പക്ഷേ ഈ കേസിൽ നമുക്ക് എടുക്കുമ്പോൾ അറിയാം, ഇപ്പോൾ 3 - 7 എടുക്കുമ്പോൾ നമുക്ക് -4 ആണ് കിട്ടുന്നത്. 3 - 7 ചെയ്യുമ്പോൾ -4 ആണ്. അപ്പം 3 ഒരു ഇൻറ്റിജറാണ്, -7 ഒരു ഇൻറ്റിജറാണ്. ദെൻ നമ്മളത് സബ്ട്രാക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ആൻസറും ഒരു ഇൻറ്റിജറാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം, ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ഇനി മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. 2 ഇൻറ്റിജേഴ്സ് എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഇപ്പം -2 ഇൻറ്റു -11, അപ്പോൾ നമുക്കിവിടെ +22 എന്ന് കിട്ടും. +22, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്. അപ്പോൾ +22 നമ്മൾ ഇവിടെ ഒരു ഇൻറ്റിജർ എടുത്തു, ഇവിടെ വേറൊരു ഇൻറ്റിജർ എടുത്തു, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരവ് എന്ത് തന്നെയാണ്, ഒരു ഇൻറ്റിജർ തന്നെയാണ്. സോ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ഡിവിഷൻ്റെ കേസ് നോക്കാം. ഡിവിഷൻ ചെയ്യുമ്പോഴും നമുക്ക് ഇതുപോലെ തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എടുക്കുക, ഒരു ഇൻറ്റിജർ എടുക്കുക, -5 എടുക്കുക. -5നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്കറിയാം -5നെ 7 കൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കവിടെ റിമൈൻഡർ വരും അല്ലേ. അപ്പോൾ നമുക്കൊരു ഇൻറ്റിജറാണ് അവിടെ കിട്ടുന്നത്, അല്ല, നമുക്കിങ്ങനെ ഒരു ഫ്രാക്ഷൻ്റെ രൂപമാണ് കിട്ടുന്നത്. അതുകൊണ്ട് എന്ത് പറയാം, ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. ഡിവിഷൻ്റെ കേസിൽ ഇത് ക്ലോസ്ഡ് അല്ല, സോ നോ. അടുത്ത റാഷണൽ നമ്പേഴ്സിൻ്റെ കേസ് എടുക്കുക. നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പം ഇൻറ്റിജേഴ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്, ഫ്രാക്ഷണൽ ഫോമിൽ വരുന്ന എല്ലാം ഉണ്ട്. P/Q ഫോമിൽ വരുന്ന എല്ലാ നമ്പേഴ്സും ഇതിനകത്തുണ്ട്. P/Q ഫോമിൽ വരുന്ന എല്ലാ നമ്പേഴ്സും ഉണ്ട്. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, Q ≠ 0. അപ്പോൾ നമുക്ക് രണ്ട് ഫ്രാക്ഷൻ എടുത്തിട്ട് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ 2 ഫ്രാക്ഷൻസ് എടുക്കാം. 3/2 ദെൻ പ്ലസ് 7/2. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ളതാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ 3/2 + 7/2 നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്ത് ന്യൂമറേറ്ററിൽ എഴുതണം, ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ 3 + 7 എന്ന് പറയുമ്പോൾ 10 എന്ന് വരും. അപ്പോൾ 10/2 ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ 10/2 എന്ന് എഴുതി. ഇറ്റ് ഈസ് ഓൾസോ എ ഫ്രാക്ഷണൽ ഫോം. 5 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ 2 ഫ്രാക്ഷൻ എടുത്തു, നമുക്ക് കിട്ടിയ ഉത്തരം 5 ആണ്. അത് 5/1 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഒരു ഫ്രാക്ഷൻ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഇപ്പോൾ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണെങ്കിലും നമ്മൾ ആഡ് ചെയ്യുമ്പം 2 ഫ്രാക്ഷൻ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രാക്ഷണൽ ഫോം തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് എന്ത് പറയാം, ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഇനി സബ്ട്രാക്ഷൻ്റെ കേസിൽ നോക്കുക. ഇപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയിട്ടുള്ള 2 നമ്പേഴ്സ് എടുക്കാം. 5/3 - 1/4. 5/3 - 1/4 നോക്കുക. അപ്പോൾ ഈ കേസിൽ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 5ഉം 4ഉം കൂടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ 3ഉം 1ഉം കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 5 × 4 20 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആദ്യത്തേൻ്റെ ന്യൂമറേറ്ററിൻ്റെ സ്ഥാനത്താണ് അത് എഴുതേണ്ടത്. പിന്നെ ഇവിടുത്തെ സൈൻ മൈനസ് ആണ്, മൈനസ് ഇട്ട് കൊടുക്കുക. ദെൻ 3 × 1 ഇത് ക്രോസ് മൾട്ടിപ്ലൈ, അപ്പം 3 × 1 3 വരും, ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 4 3 4s are 12 ആണ്. ഇപ്പോൾ 20 - 3 ചെയ്യുമ്പോൾ നമുക്ക് 17 എന്ന് കിട്ടും. 17 ഡിവൈഡഡ് ബൈ 12. അപ്പം നമ്മൾ 2 ഫ്രാക്ഷൻസ് എടുത്തു. 5/3 എന്നുള്ളൊരു ഫ്രാക്ഷൻ നമ്പർ എടുത്തു, ദെൻ 1/4 എന്നുള്ളൊരു റാഷണൽ നമ്പർ എടുത്തു. ദെൻ അത് നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയേക്കുന്നത്, ഒരു റാഷണൽ നമ്പർ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഏത് 2 ഫ്രാക്ഷൻസ് എടുത്ത് നമ്മൾ കുറച്ചാലും നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ, ഒരു റാഷണൽ നമ്പറേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എന്ത് പറയാം, ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് എടുക്കുവാണെങ്കിലോ, നമുക്ക് 7/3 × 5/8 എടുക്കാം. നമ്മൾ 2 ഫ്രാക്ഷൻസ് എടുത്തു. ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും ഓക്കെ, ഏത് വേണമെങ്കിലും എടുക്കാം അവിടെ. ഇപ്പോൾ 7/3 × -5/8. ഇപ്പോൾ 7 ഇൻറ്റു നമ്മളിപ്പം ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററിൽ എഴുതണം, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിൽ എഴുതുക, അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ 7 × -5 7 × -5 എന്ന് പറയുമ്പോൾ -35 എന്ന് കിട്ടും. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പോൾ -35 ഡിവൈഡഡ് ബൈ 3 × 8 8 3s are നമുക്ക് 24 ആണ് വരുന്നത്. അപ്പോൾ ആൻസർ നോക്കുക, -35 ഡിവൈഡഡ് ബൈ 24. അപ്പോൾ നമ്മളിവിടെ ഏത് 2 ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഏത് 2 റാഷണൽ നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും, ഒരു റാഷണൽ നമ്പർ തന്നെയായിരിക്കും. അതായത് P/Q ഫോർമാറ്റിൽ വരുന്ന ഒരു നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ.
അപ്പോൾ നമുക്കിവിടെ ഡിവിഷനിൽ ക്ലോസ്ഡ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് അതല്ലാന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ അതല്ലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ 2 റാഷണൽ നമ്പേഴ്സ് എടുക്കുക, 1/7 0 എടുക്കുക. അപ്പോൾ 1/7 നമ്മൾ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ 1/7 ഡിവൈഡ് ബൈ 0 നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട കാര്യമാണ് ഇതിനകത്ത് എഴുതിയേക്കുന്ന ക്ലോസ്ഡ് അണ്ടർ ആണോ എന്നുള്ള കാര്യം. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ അഡീഷൻ്റെ കേസിൽ റാഷണൽ നമ്പർ, ഇൻറ്റിജേഴ്സ്, വോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം തന്നെ അത് ക്ലോസ്ഡ് ആണ്. ഇനി സബ്ട്രാക്ഷൻ്റെ കേസിൽ വോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സും മാത്രം ക്ലോസ്ഡ് അല്ല. ബാക്കി 2 കേസിലും റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിലും ഇൻറ്റിജേഴ്സിൻ്റെ കേസിലും ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ദെൻ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് എടുക്കുവാണെങ്കിലും എല്ലാം തന്നെ ക്ലോസ്ഡ് ആണ്. ദെൻ ഡിവിഷൻ്റെ കേസിൽ എടുക്കുവാണെങ്കിൽ എല്ലാം തന്നെ നോട്ട് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതാണ് ഒരു പ്രോപ്പർട്ടി, ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇന്ന് പഠിപ്പിച്ച ക്ലോഷർ പ്രോപ്പർട്ടി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് പഠിക്കാം.